കാത്തിരിപ്പിന് വിരാമമിട്ട് വീണ്ടും തിരൂരങ്ങാടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നു. തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമിയും ടാസ്ക് ചെയറും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യമായിട്ടാണ് തിരൂരങ്ങാടിൽ ഇങ്ങനെ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നത്. അപ്പോൾ 15-ാം തീയതി മുതലാണ് സ്റ്റാർട്ടിങ്. TSKയുടെ ഭാരവാഹി നമ്മോടൊപ്പം ഉണ്ട്, അവരോട് നമുക്ക് സംസാരിക്കാം. ഒരു കാലത്ത് തിരൂരങ്ങാടി MKS മെമ്മോറിയൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് നടന്ന തിരൂരങ്ങാടി സ്റ്റേഡിയം നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കളി ആരംഭിച്ചത്. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ പ്രാവശ്യം ജനസാഗരം തീർത്ത് ഗാലറി മാത്രമല്ല ഗേറ്റ് വരെ ഉയർന്നു നിന്നൊരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ തിരൂരങ്ങാടി ഗ്രൗണ്ട്. അപ്പോൾ ഇന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള മത്സരം ആരംഭിക്കുകയാണ് 15-ാം തീയതി മുതൽ. അപ്പോൾ നമ്മോടൊപ്പം TSAയുടെ ജോയിൻറ്റ് സെക്രട്ടറിമാർ, പ്രസിഡന്റ്, അതുപോലെ ചെയർമാൻമാരൊക്കെ TSAയുടെ ജോയിൻറ്റ് സെക്രട്ടറി സംസുദ്ദീൻ നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ അഖിലേന്ത്യാ സെവൻസ് ഇവിടെ നടന്നപ്പോൾ എല്ലാവരും കണ്ടതാണ്, നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി കേരള മീഡിയ ഏറ്റെടുത്താണ്. വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നൊരു സംഭവമാണ് ഇവിടുത്തെ ജനക്കൂട്ടവും നിങ്ങൾ പറഞ്ഞ ആ ഗേറ്റിൻ്റെ കാര്യങ്ങളടക്കം. തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമിൻ്റെ കീഴിലുള്ള കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ KFA ചെറൂരിൻ്റെ സംയുക്തതയിൽ തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കളിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ സാധാരണ 11s ആണ് നടക്കാറുള്ളത്. ഇപ്പോൾ അതായത് KFA 11s ആണ്. ആദ്യമായിട്ടാണോ കേരളത്തിൽ തിരൂരങ്ങാടിയിൽ ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങുന്നത്? അങ്ങനെയാണോ? അതെ, KFAന്റെ ആ തീരുമാനങ്ങളിൽ ആദ്യത്തെ തീരുമാനം ഇതാണ്. അഖിലേന്ത്യാ 11സിൽ നിന്നും 7സിലേക്ക് മാറുന്ന ആദ്യ കളി നമ്മൾ തിരൂരങ്ങാടിയിലാണ് വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ടീമുകൾ ഏതൊക്കെ അറിയോ? ഗോകുലം FC, പിന്നെ തിരുവനന്തപുരം, റിയൽ FC മലബാർ, കേരള പോലീസ്, KICB, കോവളം FC, അങ്ങനെ പ്രധാനപ്പെട്ട ടീമുകൾ ഇവിടെ നാട്ടിലുണ്ട്. ഏകദേശം നമ്മുടെ മത്സരം എത്ര ദിവസം നീണ്ടുനിൽക്കും? ഒരു മാസം നീണ്ടു നിൽക്കില്ലേ? അങ്ങാടിയിൽ കുറേ ദിവസങ്ങളായി നിങ്ങൾ ഒരു ക്യാമ്പ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ, കുട്ടികൾക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ, അത് എങ്ങനെയൊക്കെ പോകുന്നു? കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഖിലേന്ത്യാ സെവൻസ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കേരള മീഡിയസൊക്കെ ഏറ്റെടുത്ത പോലെ ആ ടൂർണമെൻറ്റിൽ നിന്നും മിച്ചം കിട്ടിയ പൈസ കൊണ്ടാണ് നമ്മൾ 200ഓളം കുട്ടികൾക്കുള്ള ക്യാമ്പ് സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അത് ആ കളിയുടെ ബെനിഫിറ്റാണ് അത് നടന്നു പോകുന്നത്. ഇനിയും ഉള്ള നമ്മുടെ തിരൂരങ്ങാടിയിലെ കുട്ടികൾക്ക് കായിക മേഖലയിൽ ഉന്നതിയിലെത്തിക്കാൻ തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി ഇനിയും അതുപോലത്തെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യവും KFAന്റെ പേരിലുള്ള ഈ കളി നടത്തുന്നത്. അപ്പോൾ ഗാലറികളും ഗ്രൗണ്ട്, ബാന പാർക്കിംഗ് അതൊക്കെ സെറ്റായി കഴിഞ്ഞു. എല്ലാ ഇതും 90% ഇപ്പോൾ വർക്കുകൾ കഴിഞ്ഞു. 99-ലെത്തി കഴിഞ്ഞു. റണ്ണേഴ്സ്, വിന്നേഴ്സ്, ഇതിന്റെ സ്പോൺസർമാർ ആരൊക്കെയാണ്? കഴിഞ്ഞ പ്രാവശ്യം തന്നെ തിരുവങ്ങാടി സ്പോർട്സ് അക്കാദമിക്ക് സഹായിച്ചവർ തന്നെയാണ് ആമിയ ഗോൾഡ്, അതേമാതിരി ഐമി, ഇവരൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യവും ഇതിനുള്ള റണ്ണേഴ്സും വിന്നേഴ്സും നൽകുന്നത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം SFAയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച മത്സരം നടത്തിയ, ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച മത്സരം നടത്തിയ ഗ്രൗണ്ടും കൂടിയാണ് നമ്മൾ തിരൂരങ്ങാടി. ഇന്നത്തെ ഉദ്ഘാടന മത്സരം തിരുവനന്തപുരത്തിന്റെ കരുത്ത് കോവളം FC, മറുവശത്ത് മലപ്പുറത്തിന്റെ ആവേശം മലബാർ FCയും തമ്മിൽ ഏറ്റുമുട്ടും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് മുഖ്യ അതിഥിയായിട്ട് സൈജു ദാമോദരൻ ഇന്നത്തെ തിരൂരങ്ങാടി മത്സരം കമൻട്രിയുമായിട്ടെത്തും. അപ്പോൾ ഇത് കൃത്യം രാത്രി 8 മണിക്ക് ഇനാഗ്രേഷൻ. ഇപ്പോൾ TSAയുടെ നേതൃത്വത്തിൽ തലമുറകളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുന്ന വേണ്ടി തിരൂരങ്ങാടി TSAയുടെ നേതൃത്വത്തിൽ Under-10, Under-12, അതുപോലെ Under-20 ഫുട്ബോൾ പരിശീലനം ദിവസം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രവേശനത്തിൽ നിൽക്കുന്ന ആ കുട്ടികളുടെ ഇതൊക്കെ ഇവിടെ TSAയുടെ നല്ല ഫുട്ബോൾ പരിശീലനത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവിടെ ആ ഒരു ഇതാണ് കാണുന്നത്. 15-ാം തീയതി നമ്മുടെ കളി ആരംഭിക്കുകയാണ്. TSAയുടെ ജോയിന്റ് സെക്രട്ടറി നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ജനസാഗരം തീർത്ത് കഴിഞ്ഞ പ്രാവശ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഗാലറിയിൽ ഗേറ്റ് വരെ ഉയർന്നു നിന്ന കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ജനസാഗരം തീർത്ത തിരൂരങ്ങാടിയിലും പന്ത് ഉരുളുകയാണ്. പ്രേക്ഷകരെ, ഫുട്ബോൾ പ്രേമികളെ, നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് തിരൂരങ്ങാടി ഈ ഹൈസ്കൂൾ മിനി സ്റ്റേഡിയത്തിലേക്ക്.